സ്വന്തം മക്കൾ തമ്മിൽ തല്ലി ചാവരുത് എന്നൊരാഗ്രഹം എനിക്കുണ്ട്. യുദ്ധത്തിൽ നിനക്ക് പാണ്ഡവരുടെ പക്ഷത്ത് നിന്നൂടെ? നിന്നെ ഞാൻ രാജാവായി വാഴിക്കും. മാതാവേ, ഈ ജന്മത്തിൽ അങ്ങയെ കാണുവാൻ പറ്റിയതിൽ ഞാൻ കൃതാർത്ഥനാണ്. പക്ഷേ എനിക്ക് ദുര്യോധനനെതിരായി നിൽക്കുവാൻ സാധിക്കില്ല. അതിപ്പോ ദൈവം വന്നിറങ്ങി പറഞ്ഞാലും അങ്ങനെയാണ്. നീ ആരാണ് യുവാവേ അർജുനനെ പോലെയുള്ള ഒരു രാജകുമാരനെ വെല്ലുവിളിക്കാൻ? നിങ്ങളുടെ ജനനവും വംശപരമ്പരയും ഏതാണ്? നിങ്ങൾ ഏത് രാജ്യത്തെ രാജാവാണ്? ഒരു യോദ്ധാവിന്റെ മൂല്യം നിർണയിക്കുന്നത് അവന്റെ കഴിവാണ്, അവന്റെ ജനനമല്ല. കർണൻ എനിക്ക് തുല്യനാണ്. ഞാൻ അവനോടൊപ്പം നിൽക്കുന്നു. കർണ, ഇന്നു മുതൽ ഞാൻ നിന്നെ അംഗദേശത്തിന്റെ രാജാവായി കിരീടമണിയിക്കുന്നു. ഇനി നിനക്ക് ഏത് രാജാവിനെ വേണമെങ്കിലും വെല്ലുവിളിക്കാം. ദുര്യോധനന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് കർണൻ. താഴ്ന്ന ജാതി ആയതിനാൽ കർണനുമായി കൂട്ടുകൂടരുതെന്നുള്ള സകല ഉപദേശവും തകർത്തിട്ടാണ് ദുര്യോധനൻ ആ സൗഹൃദം നിലനിർത്തുന്നത്. ഞാൻ മാതാവിനൊരു വാക്ക് തരാം. എന്റെ സഹോദരന്മാരെ ഞാൻ വധിക്കില്ല. മാതാവിന് യുദ്ധം കഴിയുമ്പോൾ 5 മക്കൾ തന്നെയാവും ഉണ്ടാവുക. മാതാവേ, ആരാണ് നമ്മുടെ സഹോദരൻ? പറയൂ. പാണ്ഡവരെല്ലാവരും കുന്തിയെ ഉറ്റുനോക്കി. കർണൻ.